السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم. خيركم من تعلم القرآن وعلمه. صدق رسول الله صلى الله عليه وسلم. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ തങ്ങൾ, അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ, ഈ വേദിയിലും ഉള്ള മറ്റു മഹാന്മാരായ ഉസ്താദുമാർ, അതുപോലെ റേഞ്ചിലെ സ്ഥാപനങ്ങളുടെയും ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അവസരം നൽകി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു പുണ്യമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞു. നാളെ സ്വർഗലോകത്തിലും നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരടക്കം സമസ്തയുടെ എല്ലാ നേതാക്കൾക്കും, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, ഇത്തരം മഹത്തായ പരിപാടികൾക്ക് ആത്മാർത്ഥമായി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും നാളെ സ്വർഗലോകത്ത് ഒത്തുകൂടാനുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100-ാം വാർഷികം വെളിപ്പാടകലിൽ നിൽക്കുന്നു. അതിൻ്റെ പ്രചരണ കാര്യങ്ങൾ നാടൊട്ടുക്കും നാടിൻ്റെ പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ആ അവസരത്തിൽ നമ്മളും തന്നെ നമുക്ക് കഴിയുന്ന വിധത്തിൽ അതിൻ്റെ പ്രചരണം നടത്തുക എന്നത് കൂടി ഈ മഹത്തായ ഒത്തുകൂടലിൻ്റെ ആവശ്യമാണ്. എന്നാൽ ഈ ഉണ്ണികുളം റേഞ്ചിൻ്റെ 60-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 60 വർഷം പിന്നിട്ട പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ, 100 വർഷം പിന്നിട്ട പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഭവ പാഠങ്ങളുള്ള, പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ള വഴികളിലൂടെ കടന്നു പോകുന്നു. ഇന്നും ശോഭ ഒരിക്കലും മങ്ങാതെ ഏറ്റവും കൂടുതൽ പ്രശോഭിതമായിക്കൊണ്ട് ഇതിനൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ സത്യസന്ധതയുടെയും അതിൻ്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളുടെയും അടയാളമായി നമ്മളത് കാണുകയാണ്. 60-ാം വാർഷികം എന്ന് പറയുമ്പോൾ എന്നാണ് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ രൂപീകരിച്ചതെന്ന, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഔദ്യോഗികമായി രൂപീകരിച്ചതിൻ്റെ തൊട്ടടുത്ത കാലം, ഒരു 4 വർഷത്തോളമായപ്പോഴേക്ക് ഇവിടെ ഔദ്യോഗികമായിട്ട് തന്നെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ രൂപീകരിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ സമസ്തയുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു നാടാണ് ഇത് എന്നും കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിനാണ് സമസ്ത രൂപീകൃതമായത്, എന്താണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെന്തിനാണത് സഹായിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണത് പ്രവർത്തിക്കേണ്ടത് എന്ന് മഹാനായ സയ്യിദ് ജമലുൽ തങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ മനസ്സ് തട്ടുന്ന വിധത്തിൽ പ്രതിഫലിപ്പിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുക. അതിൻ്റെ അപ്പുറം നമുക്കാർക്കും ഒന്നും പറയാനില്ല ആവശ്യത്തിൽ. എന്നാൽ റേഞ്ച് രൂപീകൃതമായത് എന്നാണ്. റേഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ബഹുമാന്യരായ ഉസ്താദുമാരുടെ ഒരു കൂട്ടായ്മയാണ്. എന്നാണ് ഈ കൂട്ടായ്മ തുടങ്ങിയത്? എന്നാണ് മദ്രസ സംവിധാനം ഔദ്യോഗികമായി സമസ്തയുടെ കീഴിൽ നിലവിൽ വന്നത്? അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അക്ഷരവിരോധികൾ എന്ന് മദ്രസ എന്ന് പറയുന്നത് മാദ്രസയിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് മദ്രസ പറ്റൂല എന്ന് പറഞ്ഞവരാണ് സമസ്തക്കാർ എന്നൊക്കെ വെറുതെ ആവശ്യമില്ലാതെ വെറും കെട്ടുകഥകളിലൂടെ നടക്കുന്ന പുത്തൻ ആശയക്കാർ, അവരോട് നമ്മൾക്ക് ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. സമസ്ത ആ പുത്തനാശയക്കാർ വരുന്നതിൻ്റെ, അവർ മദ്രസ തുടങ്ങി പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ നേതാക്കൾ, അന്ന് സമസ്ത രൂപീകരിച്ചിട്ടില്ല, ആ കാലഘട്ടത്തിൽ തന്നെ മദ്രസ പലയിടത്തും അവർ സ്ഥാപിച്ചു. സമസ്ത രൂപീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ നേതൃത്വം നൽകിക്കൊണ്ട് മദ്രസകൾ സ്ഥാപിച്ചു. 1945 കാര്യവട്ടത്തിൽ ചേർന്ന ആ സമസ്തയുടെ മഹാസമ്മേളനത്തിൽ വെച്ച് ഖായിദുൽ ഖൗം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നവറല്ലാഹു മർക്കദ, മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ഉസ്താദുമാരതിൻ്റെ മുമ്പും അത് മദ്രസയെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ്. വളരെ ഗൗരവത്തോടു കൂടെ നമുക്ക് പറ്റുന്നത് വേണം, മദ്രസ ഉണ്ടാക്കണം. മാത്രമല്ല 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കാരണം അന്ന് ഇത് 1945 പറയുന്നത്.
ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഇതൊരു സെക്യുലർ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും. പിന്നെ സ്കൂളുകളിലൊന്നും നമുക്ക് മതപഠനം നടത്താൻ പറ്റൂല. അതുകൊണ്ട് അത് കാര്യമായി ഉസ്താദുമാർ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ആഹ്വാനം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നടത്തി. നമ്മുടെ ഉസ്താദുമാരുടെ സ്വഭാവം ഒരു കാര്യം വേണമെന്ന് കണ്ടാൽ അതിനു വേണ്ടി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് വേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനുള്ള പ്രവർത്തനത്തിൽ നിരതരാകുക എന്നുള്ളതാണ് എല്ലാ കാലത്തും സമസ്തയുടെ നേതാക്കൾ ചെയ്തു വന്നിട്ടുള്ളത്. സമസ്തയുടെ തുടക്കം മുതൽക്ക് അങ്ങനെയാണ്. അതിൽപ്പെട്ടതാണ് മദ്രസാ പ്രസ്ഥാനവും. പിന്നീട് അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടന്നു. മാത്രമല്ല മദ്രസ ഒക്കെ കയറ്റാനും അത് രൂപീകരിക്കാനും ഒക്കെ വളരെയേറെ പ്രോത്സാഹനങ്ങൾ അവരുടെ പക്കൽ നിന്ന് വന്നു. അപ്പോൾ കുറേ മദ്രസകളുണ്ടായി. ഈ മദ്രസകളൊക്കെ ഒറ്റ സിലബസ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള വലിയ ഒരു ചർച്ചയാണ് 1951 വടകര വച്ച് ചേർന്ന സമസ്തയുടെ മഹാസമ്മേളനത്തിൽ ഒരു വേദി തന്നെ അതിന് വേണ്ടിയായിരുന്നു. വളരെ വലിയ ചർച്ചയായിരുന്നു അത്. ആ ചർച്ചയുടെ ഫലം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡുണ്ടല്ലോ, ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുക എന്നുള്ളതാണ്. അതിന് താൽക്കാലികമായി ചില ആളുകളെ നിശ്ചയിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന്, ഇതൊക്കെ എന്നാണ് 1951 രൂപീകരിച്ചു. അതിനുശേഷം പിന്നെ പ്രവർത്തനം സജീവമാക്കി. മാത്രമല്ല ബഹുമാനപ്പെട്ട സമസ്ത ചില ആളുകളെ, ചില പ്രവർത്തകന്മാരെ നിശ്ചയിച്ചുകൊണ്ട് മുബല്ലിഗീങ്ങളാക്കിക്കൊണ്ട് നാടുകളിൽ കൂടെ നടന്ന് മദ്രസയുണ്ടാക്കാൻ, അതായത് നാട്ടുകാർക്ക് പ്രോത്സാഹനം നൽകി അവരോട് വാല് പറഞ്ഞ് ആ വാലിലൂടെ പൈസ സമ്പാദിച്ച് മദ്രസയുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് പിന്നെ സമസ്തൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതൊക്കെ ഔദ്യോഗികമായിട്ട് തന്നെ. അങ്ങനെയാണ് 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി. 1952 സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായിട്ട് ആദ്യമായി 10 മദ്രസകൾ അംഗീകരിച്ചു. അംഗീകാരത്തിൻ്റെ തുടക്കം. പിന്നെ അങ്ങനെ തുടർച്ച പോയി ഇന്ന് നമ്മളവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് സമസ്തയുടെ കീഴിൽ എത്ര മദ്രസകളുണ്ട്? അത് കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ വെച്ച് പാസ്സാക്കിയതടക്കം 11,082 മദ്രസ ഇന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നാളെ വിദ്യാഭ്യാസ ബോർഡുണ്ട്. അതിലിപ്പോൾ എത്ര മദ്രസകളാണ് വരണമെന്ന് പറയാനില്ല. മിക്കവാറും എല്ലാ മാസങ്ങളിലും 2ാം ശനിയാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം. അതിൽ മദ്രസകൾ ഇങ്ങനെ വരികയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും മദ്രസകളുണ്ട്. സൗദിയിലുണ്ട്, യുഎഇയിലുണ്ട്, അങ്ങനെ ഒരുപാട് മറ്റു രാജ്യങ്ങളിലുണ്ട്. ഇനി അറബി രാജ്യമല്ലാത്ത രാജ്യങ്ങളിലുണ്ട്. അതിൻ്റെ പുറമെ സമസ്ത ഈ ദീനീ വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത ചെയ്തതുപോലൊരു സേവനം ഇവിടെ ഒരാൾക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നല്ല, ഇവിടെ എന്നല്ല, ഈ മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾ അടക്കം എടുത്തു നോക്കിയാൽ സമസ്തയുടെ ഈ ദീനീ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തുല്യമായൊരു പ്രവർത്തനം കാണാനില്ല. മാത്രമല്ല, അത് കാലങ്ങളെ മനസ്സിലാക്കി ആ കാലത്തിനോടൊപ്പം അല്ല, അതിൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്നതാണ് ഈ വിഷയങ്ങളിലൊക്കെ സമസ്തയുടെ നിലപാട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ അവസാനം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് തുടങ്ങിയ ഒരു സംവിധാനമുണ്ട് മദ്രസൻ്റെ. ഒരു പുതിയ മദ്രസാ സംവിധാനം ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മദ്രസ എന്നാണ് ആ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പേര്. ഈ മദ്രസയാണ്. ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഈ മദ്രസയാണ്. അതെന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ കാലത്തെ മനസ്സിലാക്കി, കാലത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി സമസ്ത അത് സംവിധാനിച്ചു. എന്താണ്, ഇന്നൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം നേടി
ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി അമേരിക്കയിലേക്കും കാനഡയിലേക്കും അങ്ങനെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അവർ ഉന്നത വിദ്യാഭ്യാസം നേടും. വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ അവർ തൊഴിലും ചെയ്യും. അങ്ങനെ വിദ്യാഭ്യാസം കഴിയുന്നതിനോടുകൂടെ അവർ അവിടെ ജോലിയിൽ ഏർപ്പെട്ട് അവിടെ താമസമാക്കും. സ്വാഭാവികമായി അങ്ങനെ വിവാഹം കഴിച്ചതിന് ശേഷം കുടുംബമായിട്ട് തന്നെ പിന്നെ അവർ വിദേശങ്ങളിലായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് ചില വല്ലാത്ത വിഷമങ്ങൾ, ദീനി ചിന്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ അവർക്ക് വല്ലാത്തൊരു വിഷമം അനുഭവപ്പെട്ടു. അത് നമ്മുടെ സമസ്തയുടെ നേതാക്കളുമായിട്ട് അത് പങ്കുവച്ചു. എന്താ അവർ പറഞ്ഞത്? ഞങ്ങളൊക്കെ സമസ്തയുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞങ്ങൾ നിസ്കാരം നോൽവും അങ്ങനെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച സമസ്തയുടെ മദ്രസയിൽ പഠിച്ചിട്ടാണ്. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല. ഞങ്ങൾ കാനഡയിലും മറ്റോടത്തും മറിച്ചോടത്തുമാണ്. അവിടെ അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് ഉസ്താദ്മാരെന്തെങ്കിലും ചെയ്തു തരണം. ഞങ്ങളുടെ കുട്ടികൾക്കും തന്നെ ഇവിടെ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്നത് പോലെ അതേ പാഠങ്ങൾ പഠിക്കാനുള്ള സൗകര്യം ഉസ്താദ്മാരുണ്ടാക്കി തരണമെന്ന് നമ്മുടെ സമസ്തയുടെ നേതാക്കളോട് ഇത്തരം ചെറുപ്പക്കാർ ആവശ്യപ്പെട്ടു. സമസ്ത അത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായും അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ സ്വഭാവം. കേൾക്കുന്നതെല്ലാം പാടെ പിടിച്ചു പറ്റുന്ന സ്വഭാവം സമസ്തക്കില്ല. ഒരു കാര്യം ആവശ്യമാണ് എന്ന് കണ്ടാൽ അതേക്കുറിച്ച് നന്നായി പഠിക്കും. പഠിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. ഈ മദ്രസയെ സംബന്ധിച്ചും തന്നെ നന്നായി പഠിച്ചു. എന്തൊക്കെ അതിന് സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. കാരണം പിന്നെ നമ്മളെ ഇന്ത്യയിലേക്ക് മാത്രമല്ല വിവിധ രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗം എന്താ? ഇന്ന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ നമുക്കൊക്കെ നല്ലോണം പരിചയമുണ്ട്. ആ നിലക്ക് അതേക്കുറിച്ച് പഠിക്കുകയും ആ മദ്രസ ക്ലാസ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള മദ്രസ ക്ലാസ് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. വലിയ ഒരു ഓഫീസ്, ആ ഓഫീസിൽ ഒരുപാട് സംവിധാനം, കോടിക്കണക്കിൽ ഉറുപ്പിക അതിന് ചെലവാക്കിയിട്ടുണ്ട് സമസ്ത. അങ്ങനെ സംവിധാനം ഒരുക്കി. ഇന്ന് 32 രാജ്യങ്ങളിലുള്ള കുട്ടികളും ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന ആളുകളും ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മദ്രസ പഠനം നടത്തിക്കൊണ്ടിരിക്കുക. അത് മലയാളത്തിലല്ല, മലയാളത്തിലുണ്ട്. എന്നാൽ അതാത് രാജ്യക്കാരുടെ ഭാഷയിലാണ് അവർക്ക് മദ്രസ പഠനം കൊടുക്കുന്നത്. അതാത് രാജ്യക്കാരുടെ ഭാഷയിൽ അങ്ങനെ സംവിധാനം. അങ്ങനെ ബഹുഭാഷാ പണ്ഡിതന്മാർ ഇവിടെ നമ്മുടെ ഓഫീസിൽ നിശ്ചയിച്ചു. ഈ സംവിധാനത്തിൽ അവരെ ഉപയോഗപ്പെടുത്തി അങ്ങനെ നിരന്തരം ക്ലാസ് പോയിക്കൊണ്ടിരിക്കുക. കാരണം രാജ്യമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ. ഇപ്പം നമ്മൾ രാത്രിയാണ് ഇവിടെയെങ്കിൽ അമേരിക്കയിൽ പകലല്ലേ. ഇവിടെ കൊടുക്കുന്ന നേരത്തെ അവിടെ കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പം എന്താ, നിരന്തരം ഓരോ രാജ്യത്തിൻ്റെയും സമയം ക്രമപ്പെടുത്തിക്കൊണ്ട് അതനുസരിച്ച് അവർക്ക് പിന്നെ പാഠങ്ങൾ അത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഓഫീസിന് ഒരു വിശ്രമമില്ല. രാവും പകലും പ്രവർത്തിച്ചുകൊണ്ട് 32 രാഷ്ട്രങ്ങളിലേക്ക് ഈ ദീനീ വിദ്യാഭ്യാസം എത്തിച്ചുകൊണ്ടിരിക്കുക. ഈ സംവിധാനത്തിന് ഒരുപാട് ചെലവുകളുണ്ട്. ചെലവെന്തെന്നുള്ളത് നോക്കിയിട്ടല്ല, ഇത് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ ഈ സമസ്തയുടെ വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവർക്ക് കൂടി സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ് സമസ്ത ചെയ്തിട്ടുള്ളത്. വെറും മലയാളികൾക്ക് മാത്രമല്ല. ഇതാണ് സമസ്ത. കാലത്തെ മനസ്സിലാക്കി ആ കാലത്തിൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ആദ്യകാല നേതാക്കൾ മുതൽ ഇന്ന് വരെയുള്ള സമസ്തയുടെ നേതാക്കൾക്കുള്ളത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ റേഞ്ച്. ഞാൻ പറഞ്ഞു 1951 52 മദ്രസ അംഗീകാരം തുടങ്ങിയത്. പക്ഷേ മദ്രസ, ഞാൻ റേഞ്ചിനെ പറ്റി പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. മദ്രസ റേഞ്ച് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മദ്രസ തുടങ്ങിയപ്പോൾ വാസ്തവത്തിൽ അതുവരെ എന്താണ് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ എങ്ങനെയെന്ന് നമ്മളൊക്കെ നാട്ടിലുള്ളത് ഒരു മൊല്ലാക്ക എന്നാൽ ഞങ്ങളവിടെ പേര് പറയാം. ചിലർക്ക് സീരി എന്ന് പറയും. അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന
ഒറ്റയാൻ വ്യക്തി. ആ വ്യക്തിയാണ് ഒരുപാട് കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാലോ അന്നത്തെ പഠന സമ്പ്രദായം. ഞാനൊക്കെ ആ നിലക്ക് കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. അതായത് 10 കുട്ടികളുണ്ട് വെച്ചാൽ മൊല്ലാക്കെന്തായി ആദ്യം ഒരു കുട്ടീനെ വിളിച്ചു. ആ കുട്ടിക്ക് ഓൻ മുമ്പത്തെ ദിവസം പഠിച്ചത് ഓൻ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആ പരിശോധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓന് അതിൻ്റെ അപ്പുറം ഓരിക്കൊടുക്കും, ഓനെ വിടും, മറ്റേ കുട്ടീനെ വിടും. അവനും ഇങ്ങനെ തന്നെ. അങ്ങനെ 10 കുട്ടികളാണുള്ളത്. ഈ 10 കുട്ടികൾക്കും വേറെ വേറെ ക്ലാസ് എടുക്കുന്ന ആ രൂപമാണ് മൊല്ലാക്കന്മാരുടെ ആ ക്ലാസ്സിൻ്റെ രൂപം. ഇന്നത്തെ ആളുകൾക്ക് അതറിയില്ല. അങ്ങനെ ഈ 10 കുട്ടികൾക്ക് പഠിപ്പിച്ചു വെക്കാൻ ഒരൊറ്റ ഉസ്താദ് ഈ 10 കുട്ടികൾക്ക് വേറെ വേറെ ക്ലാസ് എടുക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് പിന്നെയാണ് മദ്രസ ക്ലാസ് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. അതായത് ഈ 10 കുട്ടികൾക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് പാഠമെടുത്തു കൊടുക്കണം. ഓരോരുത്തർക്കും വേറെ വേറെ പാഠം എടുത്തു കൊടുത്തിരുന്നത് ഈ 10 കുട്ടികൾക്കും ഒന്നിച്ച് പാഠം എടുത്തു കൊടുക്കണം. അതിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നായി. അങ്ങനെ ഈ അംഗീകരിച്ച മദ്രസകളുടെ പലയിടത്തുള്ള മദ്രസകളിലെ ഉസ്താദന്മാരൊക്കെ ഒരുമിച്ച് കൂടി ഇങ്ങനെ നടത്തുക. അപ്പോൾ അതിൽ ചിലവർക്കൊക്കെ തന്നെ സ്കൂൾ ക്ലാസ്സുകളെ സംബന്ധിച്ചും മറ്റ് ക്ലാസ്സുകളെ കുറിച്ച് പരിചയം ഉണ്ടാകും. ആ പരിചയമുള്ളവർക്ക് മറ്റവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പലയിടത്തും ഈ പഠിപ്പിച്ചു കൊടുക്കൽ നടന്നു. പലയിടത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഉസ്താദന്മാരുടെ ഒരു കൂട്ടായ്മ അങ്ങനെ രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിന് ചിലയിടത്ത് റേഞ്ച് എന്ന് പറയും, ചിലർക്ക് വേറെ പല പേരുകളിലും ആ കൂട്ടായ്മ അറിയപ്പെട്ടു. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. ഈ കൂട്ടായ്മ അത് ആവശ്യമുള്ളതാണ് എന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടു. സമസ്തക്ക് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഉസ്താദന്മാർക്ക് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പലയിടത്തും ഉള്ള റേഞ്ചുകൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഉസ്താദന്മാർ പ്രോത്സാഹനം കൊടുത്തു. നമ്മളെ കാളിയ ഭാഗത്തൊക്കെ വന്നു കണ്ട് പിന്നെ അവരൊക്കെ വിളിച്ചു കൂട്ടി പിന്നെ പാഠം പഠിപ്പിച്ചതും അവരുടെ പ്രവർത്തന സമ്പ്രദായമൊക്കെ അന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് അന്വേഷിച്ചിരുന്നു. അന്ന് വാഴയമ്പലം ഉസ്താദായിരുന്നു അന്നവിടെ പിന്നെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ അവസാനം 56 ആയപ്പോൾ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൂട്ടായ്മകളുണ്ട്. അങ്ങനെ 1958 ആയപ്പോഴേക്ക് ഈ കൂട്ടായ്മക്ക് എല്ലായിടത്തും ഒരു പേര് വരണില്ല, പല പേരാകരുത്. അവിടെ പിന്നെ മാലിന്യം ഫർക്കാന്നാണ് തൊടിയിൽ. അങ്ങനെ പല പേരിലറിയാം, ഒറ്റ പേരിലാണ്. അതേതാ നല്ലതെന്നാൽ അവർ തീരുമാനിച്ചുകൊണ്ട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് തീരുമാനിച്ചു. ആ റേഞ്ച് ജമിയത്തുൽ 1958 സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഒരു പിന്നെ ആഹ്വാനം നടത്തി. എല്ലാ ഭാഗങ്ങളിലും റേഞ്ചുകൾ രൂപീകരിക്കണമെന്ന്, എല്ലാ ഭാഗത്തും റേഞ്ചുകൾ രൂപീകരിക്കണമെന്ന ആഹ്വാനമുണ്ട്. അതിൻ്റെ ശേഷം 1959 വടകര വെച്ച് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ 1ാം വാർഷിക മഹാസമ്മേളനം നടത്തുക. ആ സമ്മേളനത്തിൻ്റെ ഒരു ദിവസത്തെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മദ്രസ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളെയും അതുപോലെ ഉസ്താദുമാരുടെ പ്രതിനിധികളെയും വിളിച്ചുള്ള വലിയൊരു കൺവെൻഷനായിരുന്നു ഒരു ദിവസം. ആ കൺവെൻഷനിൽ ആധ്യക്ഷം വഹിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ഉസ്താദായിരുന്നു. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നബറുല്ലാഹു മർക്കദ, മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹമായിരുന്നു അന്ന് അതിൻ്റെ അധ്യക്ഷൻ. അങ്ങനെ അവിടെ വച്ച് ഒരു റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ആ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സുന്നികളുടെ ഖണ്ഡകോടാലിയായിരുന്ന മഹാനായ ഷെയ്ഖുന വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറുല്ലാഹു മർക്കദ മഹാനവറുകളാണ് ഈ റേഞ്ച് ജമിയത്തിന്. നമ്മളിപ്പോൾ സമസ്തകളുടെ ജമിയത്തുൽ മുഅല്ലിമീൻ പിന്നെ പേരൊക്കെ അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ 1ാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാണിയമ്പലം ഉസ്താദാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി
ബഹുമാനപ്പെട്ട അബൂബക്കർ നിസാമി മഹാനവറുകൾ, അന്നത്തെ ഏറ്റവും ഉയർന്ന പിന്നെ ചിന്തകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ മുഅല്ലിങ്ങളുടെ ഇടയിൽ വലിയ പ്രവർത്തകനും അദ്ദേഹം, അതിൻ്റെ സെക്രട്ടറി. ഖജാൻജി ആകട്ടെ ബഹുമാനപ്പെട്ട KP ഉസ്മാൻ സാഹിബ. ഈ പിന്നെ സമസ്തയുടെ എല്ലാ പുരോഗമനപരമായ കാര്യങ്ങളുടെയും പിന്നിൽ നന്നായി വർക്ക് ചെയ്തവരാണ് അദ്ദേഹമാണ് അതിൻ്റെ ഖജാൻജി. ആദ്യത്തെ നേതാക്കളാണ്. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ആദ്യത്തെ നേതാക്കളാണ് അവർ. പിന്നെ അതിങ്ങനെ മാറ്റങ്ങൾ വന്നു. പിന്നീട് പിന്നെ ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടണമെങ്കിൽ വളരെ പ്രയാസം, പലയിടത്തുള്ള ആളുകളാണല്ലോ. അപ്പോൾ എന്നും അങ്ങനെ കൂടാൻ പ്രയാസമായി. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നീട് ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടന, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന കൗൺസിൽ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഈ സംഘടനക്ക് ജില്ലാ കമ്മിറ്റികൾ വേണമെന്നായി. എന്നാലേ കൂടുതൽ പ്രവർത്തന സജ്ജമാകുകയുള്ളൂ. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റികൾ 1975 ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. പിന്നെ മദ്രസകളും ഉസ്താദുമാരും വളരെ വളരെ കൂടിക്കൊണ്ടേയിരുന്നപ്പോൾ ജില്ലാ കമ്മിറ്റി കൊണ്ട് മാത്രമായില്ല, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടപ്പിലായി പോകണമെങ്കിൽ അതിന് മേഖലാ കമ്മിറ്റികൾ വേണമെന്നായി. അങ്ങനെ കാലത്തെ മനസ്സിലാക്കി ആവശ്യത്തെ മുമ്പിൽ വച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ സമസ്തൻ്റെ സ്വഭാവം. അതനുസരിച്ച് 572 അല്ലേ 575 റേഞ്ചുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അതുപോലെ തന്നെ അന്തമാൻ, അതുപോലെ ലക്ഷദ്വീപ് എന്നീ സ്റ്റേറ്റുകളിലും പിന്നെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും, അതുപോലെ തന്നെ UAE, അതുപോലെ തന്നെ സൗദി, ഒമാൻ തുടങ്ങിയുള്ള വിദേശ രാജ്യങ്ങളിലും അടക്കം 572 റേഞ്ചുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ. അതിൻ്റെ ഒരു ഘടകമാണ്. അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ അതിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ ഓർക്കുകയാണ്. അത് ഓർക്കൽ കൂടിയാണ് ഈ മഹത്തായ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓർത്തത് കൊണ്ട് മാത്രമായില്ല, അതിൻ്റെ പ്രതിക്രിയകൾ ഓർമ്മ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ നമുക്ക് പറയാനുള്ളത്, ഇത് സംബന്ധമായിട്ട് ഈ നാട്ടുകാരായ ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നവരാണ് എന്ന് മനസ്സിലായി. കാരണം 10ഉം 25ഉം കൊല്ലാണ് ഓരോ പ്രസിഡന്റുമാർ, മഹാരാഷ്ട്രയുടെ മഹലിൻ്റെ ഒക്കെ പ്രസിഡന്റുമാർ 25 കൊല്ലം എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും ചെയ്യാതെ പോലെ നിർത്തൂലല്ലോ. ഒരു കൊല്ലം പോലും പ്രവർത്തിച്ചില്ലെങ്കിൽ പുറത്താവൂലേ? അങ്ങനത്തെ മഹാന്മാരായ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുള്ള ഒരു പ്രദേശമാകുമ്പോൾ, പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു വിഭാഗമായിട്ടാണ് ഞാൻ ഉണ്ണികുളത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതനുസരിച്ച് ഇനി ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് വേണ്ടി വരും. നമ്മുടെ വരും തലമുറയെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരൊക്കെ ദീനി മക്കളാക്കിക്കൊണ്ട് വളർത്തിയെടുക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇനിയും നമുക്ക് വേണ്ടി വരും. സമസ്ത പലതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളാണ് കഞ്ചാവിൻ്റെ അടിമകളും അതിൻ്റെ വിൽപ്പനക്കാരുമായി മാറുന്നത്. വളരെ വേദന നമുക്കുണ്ട്. പത്രം നോക്കുമ്പോൾ കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമ്പോൾ ആരെയാണ് ആ പിടിച്ചതെന്ന് നോക്കുമ്പോൾ വല്ലാത്ത വേദന. ആ കഞ്ചാവ് പിടിക്കുന്നതിൽ അധികവും തന്നെ നമ്മുടെ ചെറുപ്പക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് കഞ്ചാവ്. ഇനി നമ്മളൊന്നും അറിയാത്ത ഒരുപാട് ദ്രോഹകരമായ സാധനങ്ങൾ തിന്നുകയോ വാസനിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെ കുട്ടികൾ. പണ്ടൊക്കെ കള്ള് കുടിക്കുകയാണെച്ചാൽ ഓനെ പ്രത്യേകം കാണും, ഓന് അടുത്തേക്ക് വന്ന വാസന ഉണ്ടാവും. ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നല്ലോണം ലഹരിയിൽ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഈ ലോകം തന്നെ വിട്ടിട്ടുണ്ടെങ്കിലും അവനെ കണ്ടാൽ ലഹരി ഉണ്ടെന്ന് തോന്നൂല. അത്തരത്തിലുള്ള എന്നെക്കാൾ നിങ്ങൾക്കൊക്കെ അതറിയും. അത്തരത്തിലുള്ള കോടികൾ ചെലവാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ലഹരികളുടെ അടിമകൾ
നമ്മുടെ കുട്ടികളായി തീരുക എന്നുള്ളത് എന്തൊരു വേദനയാണ്. ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകും. അപ്പം അതിനൊക്കെ മാറ്റങ്ങൾ വേണം. പലതിനെക്കുറിച്ചും സമർത്ഥ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ നല്ല കൂട്ടായ്മകൾ ഉണ്ടാക്കി നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് സമസ്ത പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കാൾ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമസ്ത രൂപീകൃതമായത്. നിങ്ങൾ കേട്ടതുപോലെ എന്തിനാ സമസ്ത രൂപീകരിച്ച്? നമ്മൾ പാരമ്പര്യമായിട്ട് പൈതൃകമായി ഒരുപാട് വിശ്വാസ ആചാരങ്ങളൊക്കെ കൈമാറി വന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്തിൽ നിന്ന് പിൽക്കാലക്കാർ, അങ്ങനെ കൈമാറി വന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഒക്കെ ഉള്ളവരാണ് നമ്മൾ. അതാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അത് അവർക്ക് അടിസ്ഥാനമാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം എവിടേക്ക് ചെന്നു മുട്ടണം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതിൻ്റെ പിൻഗാമിയാണ്? മഹാനായ ആദം നബി അലൈഹി സ്വലാമിയിലൂടെ വന്നെത്തിച്ചേർന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ പിൻഗാമിയാണ്. പൂർണ്ണത സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഇസ്ലാമിന് ലഭിച്ചത്. അപ്പോൾ ആദ്യ മനുഷ്യൻ മുതൽക്കുള്ള മഹത്തായൊരു സംസ്കാരവും മഹത്തായൊരു ആദർശവും മഹത്തായൊരു വിശ്വാസവും അതിൻ്റെ ഉടമകളാണ് മുസ്ലിങ്ങളായ നമ്മൾ. അതാണ് സമസ്തയുടെ പ്രമേയം. സമസ്തയുടെ പ്രമേയമെന്ന വിശുദ്ധി അല്ലേ, വിശ്വാസ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറഞ്ഞാൽ സമസ്തക്ക് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ എങ്കിൽ ഈ സമസ്ത എന്താശയമാണോ ഉൾക്കൊള്ളുന്നത് അതിന് നൂറ്റാണ്ടുകളിലൂടെ അതിലേക്കാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാമാണല്ലോ ഒന്നാമത്തെ മനുഷ്യൻ. ആ ഒന്നാമത്തെ മനുഷ്യനെ ഭൂമിയിലേക്ക് അല്ലാഹു തആല അയക്കുമ്പോൾ ഈ ആദർശം കൊടുത്തുകൊണ്ട് അയച്ചിട്ടുള്ളത്. ഖുൽ നഹ്ബിതു മിൻഹാ ജമിയ ഫഇമാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുർആൻ ആ സംഭവം വിവരിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ആദം അവ്വ ദമ്പതികളെ ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. ആ ഇറക്കുന്ന ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പമായിട്ട് അല്ലാഹു തആല അവരോട് ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞതാണ്, ഖുൽ നഹ്ബിതു മിന്നാ ജമിഅ, ഞങ്ങൾ സ്വർഗത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളി. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദ, എൻ്റെ പക്കൽ നിന്ന് ഹുദ നിങ്ങൾക്ക് ലഭിക്കും, മാർഗദർശനം ലഭിക്കും. ഫമൻ തബിഅ ഹുദായ, ആ മാർഗദർശനം ആര് പിൻപറ്റിയോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചോ എന്നാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഓനൊന്നും പേടിക്കണ്ട, ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട, ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ടി വരികയില്ല. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനാകുന്ന ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അള്ളാഹു അയക്കുമ്പോൾ ആ ഹുദ നൽകിക്കൊണ്ടാണ്. ആ ഹുദ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയില്ലേ, ആ ഹുദ തന്നെ. ആ ഹുദ നൽകിക്കൊണ്ടാണ് ആദം അലൈഹിസ്സലാമിനെ അയച്ചത്. പിന്നീട് മക്കൾക്ക് ആ ഹുദ നൽകി. ആ മക്കളിൽ നിന്ന് ഹുദ സ്വീകരിച്ചവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ പരാജയപ്പെട്ടു. പിൽക്കാലത്ത് ഒരുപാട് നബിമാർ, 1,00,000-ൽ പരം നബിമാർ വന്നു. ആ ഹുദയുടെ പ്രചാരകരായിരുന്നു, ആ ഹുദയുടെ പ്രബോധകരായിരുന്നു. അള്ളാഹു ആ ഹുദ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു. അതിന് ചിലപ്പോൾ ഹുദ എന്ന് നമ്മൾ പറയും, ചിലപ്പോൾ ഹിദായത്ത് എന്ന് പറയും, ചിലപ്പോൾ അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയും, ചിലപ്പോൾ സബീലുല്ലാ എന്ന് പറയും. വിവിധ നിരക്ക് ഖുർആനിൽ ആ ഹുദയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആദർശം, അതാണ് യഥാർത്ഥ ഇസ്ലാം. ആ ഇസ്ലാമാണ് യഥാർത്ഥ ആദർശം. ഇസ്ലാം എന്ന് പറയുമ്പോൾ പലരും ഖാദിയാനികളൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരാണ്. അപ്പോൾ യഥാർത്ഥ ഇസ്ലാം ഏതാ? അത് നമ്മൾ മനസ്സിലാക്കണല്ലോ. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. എന്തുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്? അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെ
അനുയായികളുടെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അനുയായികൾ, കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ അനുയായികൾ, അവർ 72 കക്ഷികളായിട്ടുണ്ട്. അതായത് പ്രവാചകന്മാർ പോകുമ്പോൾ അവന് ഇഷ്ടമുള്ളവർക്കൊക്കെ എഴുതി ചേർക്കാനും കൂട്ടിച്ചേർക്കാനും ഉള്ളത് വെട്ടിമാറ്റാനും ഉള്ള ശ്രമങ്ങളാണ്. ചിലപ്പോൾ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടേക്കാരം, ചില പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ടേക്കാരം. അങ്ങനെ വെട്ടിത്തിരുത്തൽ, അതിൻ്റെ ആശയങ്ങളൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ഒരുപാട് കക്ഷികളായി അവർ പോയി. എത്രത്തോളം? 72 കക്ഷികളായി. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഫ്തരികു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തും തന്നെ അത് വ്യത്യസ്ത കക്ഷികളായി മാറും. എത്ര? സലാസം വസബ്ഈൻ. എത്ര? 73 കക്ഷികളാവും. കഴിഞ്ഞ കാലം 72 ആണെങ്കിൽ എൻ്റെ സമുദായം ഒന്നും കൂടി കൂട്ടിയിട്ട് 73 കക്ഷികളാവും. കൊല്ലുഹും പിന്നാർ. ഈ കക്ഷികളൊക്കെ നരകത്തിലാണ്. അവരൊക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിച്ച, ആ കക്ഷികൾ സ്വീകരിച്ച പാത അത് സ്വർഗത്തിലേക്ക് പോകുന്ന പാതയല്ല, അത് നരകത്തിലേക്ക് പോകുന്ന പാതയാണ്. അതാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ സമുദായത്തിൻ്റെ 73 പറഞ്ഞിട്ട് ഇല്ലാമില്ലത്തം വാഹിദ, ഒരു മില്ലത്തൊഴിച്ച്, ഒരു കക്ഷി ഒഴിച്ച്. ആ കക്ഷി അത് നരകത്തിലേക്ക് പോകുന്ന മാർഗത്തിലല്ല, അത് സ്വർഗത്തിലേക്ക് പോകുന്ന പാത സ്വീകരിച്ചവരാണ്. അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 73 കക്ഷി പിൽക്കാലത്തുണ്ടാണ്, അന്നല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തല്ല, പിൽക്കാലത്ത് വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പൊ തങ്ങൾ തന്നെ പറഞ്ഞു, എൻ്റെ സമുദായം ഒരുപാട് കക്ഷികളായി മാറും, അതിൽ ഒന്ന് മാത്രമേ ശരിയുണ്ടാവുകയുള്ളൂ, ആ ശരിയുള്ളവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, അല്ലാത്തവരെല്ലാം നരകത്തിൻ്റെ അഹ്ലുകാരാണ് എന്ന് പഠിപ്പിച്ചു. സഹാബത്തിനെ പഠിപ്പിച്ചു. ആ സഹാബത്ത് ജിജ്ഞാസയോടുകൂടെ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ മില്ലത്ത് ഏതാണ്, ആ കക്ഷി, സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, മാ അന അലൈഹി വസ്സാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു മാർഗം സ്വീകരിച്ചുവോ ആ മാർഗം സ്വീകരിച്ചവരാണ് ആ കക്ഷി, ആ മില്ലത്തവരാണ് എന്ന് പറഞ്ഞു. ആ മാ അന അലൈഹി, ഞാൻ ഏതൊന്നിൻ്റെ മേൽ നിലകൊള്ളുന്നുവോ അത് എന്ന് പറഞ്ഞാൽ, അതിനാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തിരുസുന്നത്ത് എന്ന് പറയുന്നത്. ഫർള് സുന്നത്തല്ല, തിരുസുന്നത്ത്. ഖുർആൻ സുന്നത്ത് അറിയില്ലേ, തിരുസുന്നത്ത് എന്ന് പറയുന്നത്. ആ തിരുസുന്നത്ത് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ അനക്കങ്ങൾ, അടക്കങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് സമ്മതിച്ചു കൊടുത്ത കാര്യങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്തില്ല, അങ്ങനത്തെ കാര്യങ്ങളടക്കം മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതമാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്താകട്ടെ അത് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസില എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് വിശുദ്ധ ഖുർആൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്, വിശദീകരിച്ചു കൊടുക്കാനാണ്. ആ വിശദീകരണം എന്ന് പറയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. വാക്കാവട്ടെ, പ്രവൃത്തിയാകട്ടെ, അംഗീകാരമാകട്ടെ, ആ ജീവിതം മുഴുവൻ ഖുർആന്റെ വിശദീകരണമാണ്. അത് മുഴുവൻ അല്ലാഹു തആലാന്റെ ദീനാണ്. അതാണ് ദീന് എന്ന് പറയുന്നത്. അതാണ് ദീന് എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ ഖുലുഖു, അവിടുത്തെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനാണെന്നാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം തന്നെയല്ലേ. അപ്പോൾ അവിടുത്തെ ഖുലുഖ്, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖുർആനിന് അനുസരിച്ചായിരുന്നു. അപ്പോൾ ഖുർആന്റെ വ്യാഖ്യാനമാണത്. ആ വ്യാഖ്യാനത്തെ നേരിൽ പഠിച്ച, നേരിൽ കേട്ട, നേരിൽ കണ്ട, നേരിൽ അനുഭവിച്ചറിഞ്ഞവരാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു,
എൻ്റെതെന്ന് വിചാരിച്ചത് മാത്രം പോരാ, എൻ്റെ സഹാബത്ത് ഉൾക്കൊള്ളുന്നതും ഉൾക്കൊള്ളണം. അവരെ വിജയികളുടെ കൂട്ടത്തിൽ പെടുകയുള്ളൂ, അവരെ ആ വിജയികളായ ആ മില്ലത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അപ്പം നബിയെ അംഗീകരിക്കണം, അതുപോലെ തന്നെ സഹാബത്തിനെ അംഗീകരിക്കണം. അവരെ മാത്രമേ ആ മില്ലത്താവുകയുള്ളൂ. പിൽക്കാലത്ത് വന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ. ഖവാരിജ് തൊട്ട് തുടങ്ങിയതാണല്ലോ അത്. ആ വിഭാഗങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. അള്ളാനെക്കോൽ അംഗീകരിക്കും എന്ന് പ്രത്യക്ഷത്തിൽ പറയും, ഖുർആൻ അംഗീകരിക്കും, സുന്നത്ത് അംഗീകരിക്കും എന്ന് പറയും. പക്ഷേ സുന്നത്തിൻ്റെ ഒരു തലയെ അവർ അംഗീകരിക്കില്ല. സുന്നത്ത് മുഴുവനായി അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. ഏത് വിഭാഗത്തെടുത്താലും അതിൻ്റെ പുറമെ ആ സുന്നത്ത് നേർക്കുനേരെ മനസ്സിലാക്കിയ സഹാബത്തിനെ അംഗീകരിക്കാനും അവർ തയ്യാറില്ല. ഖവാരിജ് അതാണല്ലോ പറഞ്ഞത്. അലിയും മുആവിയും പറയുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ കേൾക്കില്ല, ഖുർആൻ പറയട്ടെ, ഖുർആൻ്റെ തീരുമാനം എടുക്കുന്നു. അതായത് സഹാബത്തിനെ അംഗീകരിക്കില്ല. ആദ്യത്തെ അവാന്തര വിഭാഗമാണ് ഖവാരിജ്. ആ ഖവാരിജിൻ്റെ ഇതേ ആശയമാണ് പിൽക്കാലത്ത് വന്ന എല്ലാ അവാന്തര വിഭാഗങ്ങളും. അത് എല്ലാവരും ബഹുമാനപ്പെട്ട സഹാബത്തിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരാണ്. എത്രത്തോളം കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞതാ ജമാഅത്തെ ഇസ്ലാമി. നേതാവ് അതാണ്, നേതാവ് അതുപോലെ തന്നെ വേറെ മറ്റുള്ള ആളുകളൊക്കെ നമുക്ക് പരിശോധിച്ച്, ഞാൻ സമയം നീണ്ടു പോകുന്നില്ല. അപ്പോൾ പിൽക്കാലത്ത് നമ്മൾ പരിശോധിച്ചതൊക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കൂ, നമ്മളെ പള്ളികളിൽ നിന്ന്, സുന്നി പള്ളികളിൽ നിന്ന് വെള്ളിയാഴ്ച 2 ബാങ്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ സഹാബത്തിനെ അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞത് ഈ പുത്തൻവാദികൾ അംഗീകരിക്കില്ല എന്നില്ല. ഇല്ല, വെള്ളിയാഴ്ച 2 ബാങ്കല്ലേ. അതിന് സമയമായാൽ ഒരു ബാങ്ക്, അത് കഴിഞ്ഞിട്ട് ഇമാമ മിമ്പർമ കയറിയതിൻ്റെ ശേഷം അല്ലാഹു അക്ബർ ഒരു ബാങ്ക്. അതിൻ്റെ കാമത്താ പിന്നെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച 2 ബാങ്കുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് 2 ബാങ്കുണ്ടോ? ഇത് അബലി ചോദിക്കുന്നത്. മുജാഹിദ് ചോദിക്കുന്നതും ജമാഅത്ത് ചോദിക്കുന്നതും റസൂലിൻ്റെ കാലത്ത് 2 ബാങ്കുണ്ടോന്നാ. ആ ബാങ്ക് ഉസ്മാൻ ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകാരമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ജമാഅത്തിൻ്റെ പള്ളിയിൽ വെള്ളിയാഴ്ച 2 ബാങ്കില്ല, മുജാഹിദിൻ്റെ പള്ളിയിൽ വെള്ളിയാഴ്ച 2 ബാങ്കില്ല. എല്ലാ സുന്നി പള്ളികളിലുമുണ്ട്, എല്ലാ സുന്നി പള്ളികളിലും, ഹറമൈനിലുമുണ്ട്, മക്കത്തും മദീനത്തും, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ നമുക്ക് 2 ബാങ്ക് കാണാൻ കഴിയും. അത് സഹാബത്തിന് അംഗീകരിക്കലാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കലാണ്. അങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും ഇത് നമുക്ക് സുന്നത്ത് ജമാഅത്ത് അതാണ് യഥാർത്ഥ മാർഗം, അതാണ് അല്ലാഹു തആലാന്റെ ശരിയായ ദീൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇനി അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ നിലപാടിലായിരുന്നു ഏതാണ്ട് 13 ചില്ലാനം നൂറ്റാണ്ട് ഇസ്ലാം ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണല്ല, അല്ല എന്ന് പറഞ്ഞല്ലോ, തങ്ങളുടെ കാലത്താണ് ഇസ്ലാം വന്നത് എന്നാണ് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഒരു മലയാളിയായ സഹാബിയെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു മലയാളിയായ സഹാബി നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു മലയാളിയായ സഹാബി കേരളത്തിൽ നിന്ന് പോയി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുമ്പിലിരുന്നു കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമായ ഒരു സഹാബിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ, ഈ രാജ്യം ഭരിക്കുന്നൊരു ഭരണാധികാരി, നമ്മൾ പറയുന്നത് ചേരമാൻ പെരുമാൻ, അദ്ദേഹമാണത്. അദ്ദേഹത്തിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താജുദ്ദീൻ എന്ന് പറയുന്ന പേര് കൊടുത്തു. അപ്പൊ കേരളക്കാരനായ താജുദ്ദീൻ എന്ന സഹാബിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ആ സഹാബി കേരളത്തിലുള്ള ഇസ്ലാമിക പ്രചരണത്തിന് പോരാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ നമുക്കൊക്കെ ഷഹറുകൾക്കല്ലയിലൊക്കെ വെച്ചാണ്ട് രോഗം ബാധിച്ചുകൊണ്ട് ഇവിടേക്ക് ദീനെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിട്ട് എഴുത്തുമായിട്ട് കേരളത്തിലേക്ക് പറഞ്ഞേക്കുക ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ വന്ന ഇസ്ലാം അതോട് കൂടെ അവസാനിക്കുന്നില്ല.
കേരളവും ഇസ്ലാമിൻ്റെ കേന്ദ്രവും തമ്മിലുള്ള ബന്ധം അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അത് മുറിയാത്തൊരു ബന്ധം. അത് ചിലപ്പോൾ മക്കത്തുനിന്നേക്കാരം വരുന്നത് സഹാബിമാർ വരുന്നത്, അല്ലെങ്കിൽ മദീനത്തിനേക്കാരും സഹാബിമാർ വരുന്നത്. നമ്മളെ കേരളത്തിൽ സഹാബത്തിൻ്റെ ഖബറില്ലേ? ഇതിൻ്റെ പരിസരത്തുള്ള സംസ്ഥാനങ്ങളിൽ സഹാബത്തിൻ്റെ ഖബറില്ലേ? അവരൊക്കെ ഇങ്ങനെ വന്നതാ അല്ലാഹു തആലാന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ. അപ്പം ഇവിടെ വന്ന ദീനിൻ്റെ അടിസ്ഥാനം അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത്, അതിൻ്റെ ശേഷം സഹാബത്ത്, അതിൻ്റെ ശേഷം തവാബികൾ, അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അത് മക്കത്തു നിന്ന് വന്നവരുണ്ടാകും, മദീനത്തു നിന്ന് വന്നവരുണ്ടാകും, ഈജിപ്തിൽ നിന്ന് വന്നവരുണ്ടാകും, യമനിൽ നിന്ന് വന്നവരുണ്ടാകും. യമനിൽ നിന്ന് ഒരുപാട് സയ്യിദന്മാർ ഈ കേരളത്തിലേക്ക് വന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാനാണ്. അൽ യമാൻ ഈമാൻ എന്നാണ്. ഇൽമി യമാനിയാണ് വിജ്ഞാനം, ഈമാൻ യമാനിയാണ്. അങ്ങനെയുള്ള മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തി പറഞ്ഞ യമനിൽ നിന്നാണ് ഒരുപാട് സയ്യിദുമാരും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പിതാവടക്കമുള്ള ഒരുപാട് ആലിമീങ്ങളും ഈ കേരളത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീനുമായി വന്നത്. അവരൊക്കെ കൊണ്ടുവന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തായിരുന്നു. എന്താ കാരണം? അവരൊക്കെ പഠിച്ചത്, അല്ലാത്തൊരു ദീനല്ല അവർ മനസ്സിലാക്കിയത്. മനസ്സിലാക്കിയതാ. അതുകൊണ്ട് തന്നെ 1300 ചില്ലാനം വർഷം ആ ദീൻ യാതൊരു ആക്ഷേപവും കൂടാതെ ആ ദീൻ ഉൾക്കൊണ്ട ഇവിടെയുള്ള മുസ്ലിം സമുദായം ദീനീ വിഷയത്തിൽ ഏകന്മാരായിരുന്നു. അവർ ഐക്യത്തോടുകൂടെ, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടെ ജീവിക്കുന്നവരായിരുന്നു. പിന്നെയാണ് ആ തെക്ക് ഭാഗത്തുനിന്ന് കുറച്ചാളുകൾ മറ്റേ ഈജിപ്തിൽ നിന്നുള്ള റഷീദ് റിളയുടെ അൽമാനാറ് വായിച്ചുകൊണ്ട് ആശയം മാറിക്കൊണ്ട് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ വരികയും അവരുടെ ആ മോശപ്പെട്ട ആശയങ്ങൾ എല്ലാം തന്നെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അത് മോശപ്പെട്ട അഭിപ്രായങ്ങളിൽ നിന്നാണ് ഞാൻ അതിലേക്ക് കടക്കാൻ നേരമില്ല. ഇതിപ്പോൾ ഈയിടെ അടുത്ത് കഴിഞ്ഞല്ല, അതിൻ്റെ മുമ്പത്തിന് കഴിഞ്ഞല്ല എന്നെൻ്റെ ഓർമ്മ, ഒരു മൗലവി പ്രസംഗങ്ങളൊക്കെ കേട്ടില്ലേ? ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എന്താ പറഞ്ഞത്? കുത്തുബിയത്ത് ഓതിയ ഒരു പള്ളി, അത് പള്ളിയല്ല, അത് അമ്പലമാണ്. ആ കുത്തുബിയത്തിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ അത് ഓതിയ ആ മുസ്ലിയാരായ ഇമാമ്, അയാള് പിന്നെ മുസ്ലിയാരല്ല, പൂജാരിയാണ്. ഇതാരാ പറഞ്ഞത്? മുജാഹിദ് വിഭാഗത്തിലെ വലിയൊരു നേതാവ്, വലിയൊരു പണ്ഡിതൻ, അയാളാ പറഞ്ഞത്. ഈ ആശയം അയാൾ തുറന്നു പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഔങ്ങി പറയുന്നു. ഇതിൻ്റെ തുടക്കം മുതൽക്ക് ഇതേ കോലം തന്നെയായിരുന്നു. ഇവിടെ നൂറ്റാണ്ടുകളായി പൈതൃകമായി ലഭിച്ച ആ വിശ്വാസ, ആദർശ, ആചാര, അനുഷ്ഠാനങ്ങൾ അത് ശിർക്കാണ്, അത് ബിദ്അത്താണ്, അത് കുഫ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിയപ്പോൾ അതല്ല ശരി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൈമാറി വന്ന ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിൻ്റെ ആശയാദർശങ്ങളും ആചാരങ്ങളുമാണ് ശരി എന്ന് വ്യക്തികൾ, ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ എതിർത്തു. അവർ സംഘടന രൂപീകരിച്ചുകൾ സംഘടിതമായി തന്നെ അവരെ എതിർക്കേണ്ടി വന്നു. അതിനാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ നേതൃത്വത്തിലായിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിത ആശയം അതിവിടെ നിലവിൽ വന്നു. 100 കൊല്ലം തികയാൻ പോവുകയാണ്. ഈ 100 കൊല്ലം തികയാൻ പോകുമ്പോൾ ആ തുടക്കത്തിലുള്ള അതേ ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ചു ആണ് നമ്മുടെ നേതാക്കൾ ഈ സംഘടനയെ നയിച്ചത്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ സാധാരണ സംഘടനയല്ല, ഇതൊരു ദീനാണ്. ഈ ദീനിനെ നമ്മുടെ കൈമാറ്റം തരുന്ന മഹത്തായ ഒരു സംവിധാനമെന്നേ സമസ്തയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൂ. ഈ സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ ആ മഹാന്മാരായിരിക്കുന്ന ആ നേതാക്കൾക്ക് ഇതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, കള്ളത്തരീഖത്തുകൾ അതിൽ നിന്നൊക്കെ വന്നു. അതിൻ്റെ പുറമെ ഉള്ളിൽ നിന്നും പലപ്പോഴും
അവർ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണല്ലോ. അതാണല്ലോ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സമസ്തനെ പാറ്റപ്പരിശാക്കാൻ, സമസ്തക്ക് സമാന്തരമായിക്കൊണ്ട് വലിയ പണ്ഡിതന്മാർ പിന്നെ ഉലമാ സംഘടന ഉണ്ടാക്കിയതാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. പുതിയ തലമുറക്ക് അറിയില്ല. അതിനെ നേരിടാനൊക്കെ എന്തുമാത്രമാണ് സമസ്തയുടെ ആ കാലഘട്ടത്തിൽ നേതാക്കൾ വിഷമിച്ചത്. ഇന്ന് സമസ്ത പിന്നെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ അത് വേറെ ഒന്ന്, അതും ഇതിൽ നിന്ന് പോയതാണല്ലോ. അതുപോലെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്നും വന്നു, പുറമേ നിന്നും വന്നു, ഒരുപാട് പ്രശ്നം. എല്ലാ കാലത്തും നമ്മുടെ മഹാന്മാരായ നേതാക്കൾ അവധാനപൂർവം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ആ ശരിയായ വഴിയിലൂടെ ഈ സമസ്തയെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് മഹാന്മാരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നബറല്ലാഹു മർക്കറ അവരടക്കമുള്ളതായിരിക്കുന്ന മഹാന്മാരുടെ ആ വെളിച്ചം അവരുടെ മനസ്സിലേക്ക് ലഭിച്ചതിൻ്റെ പേരിൽ അവർ വളരെ നന്നായിക്കൊണ്ട് അവധാനപൂർവം ആ ശരിയായ വഴിയിലൂടെ ഈ സമസ്തയെ നയിച്ചു. ഇന്ന് മഹാനായ അസയ്യിദ് ജിഫ്രി മുസക്കോയത്തങ്ങൾ മഹാനവറുകളാണ് ഈ സമസ്തക്ക് നേതൃത്വം നൽകുന്നത്. മഹാപണ്ഡിതൻ ഒരുപാട് മുത്തവ്വൽ കോഴ്സ് നടത്തുന്ന അതിലൊക്കെ ക്ലാസ് എടുക്കണമെങ്കിൽ അയാൾ മഹാപണ്ഡിതനാകണ്ടേ. ഇന്നത്തെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ്. ഭയങ്കര ഓർമ്മശക്തിയാണ്. കിതാബും ഭയങ്കര ഓർമ്മയാണ്. കിതാബിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. മാത്രമല്ല, മമ്പ്രം സയ്യിദ് അലവി തങ്ങൾ നബറല്ലാഹു മർക്കദ റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങൾ അവരുടെ പൂർവ്വ പിതാവിനെ ഈ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. ആ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്. ആ നല്ലൊരു സയ്യിദാണ്. പിന്നെ പണ്ഡിതനാണ്. പിന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തി. അത് അടുത്തറിയുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മഹാനവറുകളൊക്കെ ഇന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, മാനസികമായി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. നമ്മൾ നല്ല പിന്തുണ കൊടുക്കുക. നമുക്കത് ചെയ്യാൻ കഴിയൂ. നല്ലോണം ദ്വാർക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്നും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വഫിയ പ്രശ്നങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. 4 വർഷമായി അത് തുടങ്ങിയിട്ട്. അതിൻ്റെ പേരിലൊക്കെ സമസ്ത തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനം എടുത്ത് അതിൽ മദ്യം പറയാൻ കൂടിയ ആളുകൾ തന്നെ പിന്നെ ആ ഭാഗത്ത് ചേർന്ന് സമസ്തയെ തള്ളിപ്പറയുകയോ സമസ്തൻ്റെ നിലപാടിൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാവുകയോ ചെയ്യാതിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഗത്യന്തരം സമസ്തയെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുണ്ട്. പക്ഷേ ഇതിലും വലിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു പോയിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്തതാണ് സമസ്ത. ഇനിയും തരണം ചെയ്യും. ഈ 100ാം വാർഷികത്തോടുകൂടെ സമസ്തയുടെ ഖ്യാതി പറക്കുമെന്നല്ല, അതിൻ്റെ സേവനങ്ങൾ ലോകത്തൊട്ടാകെ പകരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് മുമ്പേ കടന്നുപോയ ആ മഹാന്മാർ അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ ശരിപാതയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹുവിൻ്റെ ദീനിന് സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യാനും നാം എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.